ചെയ്യാതിരുന്നതെല്ലാം നീ അങ്ങ് മറന്നുപോയി. ഭദ്രേട്ട, പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നത്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പഴയത് പലതും ഓർക്കുന്നില്ല. അപ്പൊ പറയാതിരുന്നാലോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയതൊക്കെ ഓർക്കുന്നത് നല്ലതാ. നമ്മളൊക്കെ എവിടെയായിരുന്നു എന്നും എന്തായിരുന്നുവെന്നും നമുക്ക് തന്നെ ഓർമ്മ കിട്ടില്ലേ? വിട്ട് ഈ കുഞ്ഞുമോളുടെ ഒരു കാര്യം. മാഡം ഫിഷ് കട്ടിംഗ്, മാഡം ഫിഷ് കട്ടിംഗ്. അടുത്ത തവണ വരുമ്പോ വലിയ തല വാങ്ങിക്കൊണ്ടുവരാം. നിന്റെ തലക്കറി നിന്നിട്ട് എത്ര കാലമായി? അയ്യോ മാഡം, മാഡം എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നേ? എന്നെ വിളിച്ചാ പോരായിരുന്നോ? എന്തിന്? എന്ത് കാര്യത്തിന്? ഇതൊക്കെ ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാഡം പൊയ്ക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളുടെ ക്രെഡിറ്റ് കൈപുണ്യവും ബോസിനെ അടിച്ചു മാറ്റാൻ നോക്കണ്ട. ഞാനത് സമ്മതിക്കത്തില്ല. സ്പെഷ്യൽ മീൻകറി വെച്ച് നീലൂനെയും അനസൂയമോടെയും നെറ്റിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുക എന്റെ കുഞ്ഞോളും. അല്ലേ കുഞ്ഞോളെ? അല്ല, ചന്ദ്രലേഖ മീൻകറി കഴിക്കൂ? ഇടയ്ക്കൊക്കെ. എന്നാലേ എന്റെ കുഞ്ഞോളുടെ മീൻകറി കഴിച്ച് നീ ഞെട്ടാൻ തയ്യാറായിക്കോ. ഞെട്ടിക്കും കുഞ്ഞോള്. കുഞ്ഞോളുടെ പാചകം നിനക്കറിയില്ലല്ലോ. ഏ ക്ലാസാ. മീൻകറി വയ്ക്കാനേ എന്റെ കുഞ്ഞോളെ കടത്തി വെട്ടാൻ ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരുമില്ല. മേടം ഇടവൊന്നുമില്ല. അർജുന്റെ ഹാപ്പി ബർത്ത്ഡേ പ്രമാണിച്ച് ചന്ദ്രലേഖിന്ന് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞ മനസ്സിലായോ? വിശ്രമം. പോയി അവനവന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. ചെല്ല് ചന്ദ്രലേഖ. നോക്കിയിരിക്കാതെ വെട്ടു കുഞ്ഞോളെ.